കയാക്കിംഗ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ച് കായലിരുന്നിട്ട് നല്ല ചൂട് കോഫി കുടിക്കാൻ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? കിടു എക്സ്പീരിയൻസ് അല്ലേ? അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ കുറച്ച് ചെക്കന്മാർ കയാക്കിംഗ് ചെയ്യുന്ന കണ്ടിട്ടേ ഞാനും പറഞ്ഞു എനിക്ക് കയാക്കിംഗ് ചെയ്യണമെന്നേ. പിന്നെ ഞങ്ങൾ അഖിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്തിട്ട് അവിടെ ചെന്ന് ബോട്ടൊക്കെ സെലക്ട് ചെയ്ത് ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് പിന്നെ ഫോണൊക്കെ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ പ്രൂഫ് ബാഗൊക്കെ എടുത്തിട്ട് അങ്കത്തട്ടിന് ഇറങ്ങി. അഖിൽ ചേട്ടനാണെങ്കിൽ ബോട്ടിൽ എങ്ങനെ ഇരിക്കണമെന്ന് തുടങ്ങിയിട്ട് എങ്ങനെ തുഴയണമെന്ന് വരെ പറഞ്ഞു തന്നായിരുന്നേ. അതും കേട്ടായിരുന്നു പിന്നെ എൻ്റെ പടയങ്കം. കണ്ടില്ലേ, ഞാൻ തുഴയുന്ന കണ്ടില്ലേ? കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പ്രോ തുഴൽക്കാരി എന്നൊക്കെ തോന്നത്തില്ലേ? വിചാരിക്കുന്നതൊക്കെ അത്ര എളുപ്പപ്പണിയല്ല കേട്ടോ, കഷ്ടപ്പാട് കുറച്ച് അധികം ഉണ്ട് ഇതിന്. പിന്നെ പുള്ളിക്കാരന് കുറച്ച് ക്ഷമയും സഹായം മനസ്കതയൊക്കെ ഉള്ളത് കൊണ്ട് എങ്ങനെയൊക്കെയോ ഞങ്ങളെ സഹിച്ചു. ഇതിന്റെ ബാലപാഠം എന്ന് പറയുന്നത് വലത്തോട്ട് വേണമെങ്കിൽ ഇടത്തോട്ട് തുഴയണം, ഇടത്തോട്ട് വേണമെങ്കിൽ വലത്തോട്ട് തുഴയണം. കാര്യം സിമ്പിളൊക്കെയാണ് കേൾക്കാൻ, പക്ഷെ കാര്യത്തിനോട് കിടക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ കുന്തം തുഴയുന്ന സമയം മൊത്തത്തിൽ ഉപ്പിന് പോണ വഴിയേത് ഇനിയൊരാറ് കഴിയണം എന്ന പാട്ടായിരുന്നു കേട്ടോ മനസ്സിൽ. നമുക്കിങ്ങനെ കായലിലൂടെ തുഴയുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, അതങ്ങനെ ഒരു ഒഴുക്കിന് പൊക്കോളും. പക്ഷെ പണി കിട്ടുന്നത് ഇതേ കണക്ക് ചെറിയ കനാലിലൂടെ തുഴയുമ്പോൾ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കനാലിലൂടെ തുഴയണമെങ്കിൽ അത് പ്രോ തുഴലുകാർക്ക് മാത്രമേ പറ്റൂ. പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ നല്ലത് എടുക്കണമെങ്കിലും ആ വൃത്തിയായിട്ട് ലൈഫ് ജാക്കറ്റ് ഊരണമെങ്കിലും ഞങ്ങൾക്ക് കനാലിൽ പോയേ പറ്റൂ. കായലിൻ്റെ ഭാഗത്തൊന്നും നമുക്ക് ഈ ലൈഫ് ജാക്കറ്റ് ഊരാൻ പറ്റത്തില്ല കേട്ടോ. സേഫ്റ്റിയുടെ ഭാഗം നോക്കിയാലും നിയമപരമായിട്ടും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് കനാലിൻ്റെ ഭാഗത്ത് വന്നിട്ട് നമ്മുടെ പരിപാടിയൊക്കെ നടത്തുന്നത്. അതാകുമ്പോഴത്തേനും മുങ്ങിപ്പോയാലോ മറിഞ്ഞു പോയാലോ ഒക്കെ അവർക്ക് രക്ഷപ്പെടുത്താൻ എളുപ്പമല്ല. പിന്നെ വെള്ളത്തിൽ കളിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ പണ്ടേ പാഴാക്കാറില്ല. വീഡിയോ എടുക്കാനായിട്ട് ആ ചേട്ടനാണെങ്കിൽ വെള്ളത്തിൽ വെറുതെ ഇങ്ങനെ തട്ടിക്കളിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതങ്ങ് അർമാദിച്ചെന്നേ. പണ്ട് കുളത്തിലേക്ക് കുളിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേനും അമ്മാമ്മയാണെങ്കിൽ കയറിടി എന്ന് പറഞ്ഞാൽ എത്ര ദേശാലും ഞാൻ കയറത്തില്ല കേട്ടോ, ഒന്ന് ഇഷ്ടപിടിച്ചു. കായലും ചില പോർഷനിൽ നമുക്ക് ഇറങ്ങി കുളിക്കാൻ കേട്ടോ, അത് കയാക്കിങ്ങിന് പോകുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ ആ ഏരിയയിൽ കൊണ്ടുപോയി ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമല്ലോ. ഇതിപ്പോൾ നമ്മൾ വൈകിട്ടാണ് പോയത്, ഇരുട്ടിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കായലിനകത്ത് കിടന്ന് കളിക്കുന്ന അത്ര നല്ല പരിപാടിയൊന്നുമല്ല, പ്രത്യേകിച്ച് പെമ്പിള്ളേർക്ക്. കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേർ ആ പരിപാടിക്ക് കൊള്ളത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചിട്ട് നേരത്തെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ നല്ല സമയമായതുകൊണ്ട് നമ്മൾ കോഫി കുടിക്കാൻ പോയപ്പോൾ തന്നെ ബ്രൂ കോഫി മേക്കറൊക്കെ ചീത്തയായി പോയി കേട്ടോ. അങ്ങനെ പിന്നെ അവർ ഒരു കണക്കിന് റെഡിയാക്കിയാൽ നമുക്ക് കോഫിയൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ ദാറ്റ്സ് വർത്ത് ഇറ്റ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ട്രഷർ ചെയ്യുന്ന മൂമെൻറ്റ്സിൽ ഒരെണ്ണമാണ് കേട്ടോ. ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും എനിക്ക് ആ സമയത്തോട്ട് പോകാനൊക്കെ തോന്നുന്നുണ്ട്. എല്ലാ ഗുഡ് മൂമെൻറ്റ്സും നമ്മുടെ ലൈഫ് ലോങ് ഉണ്ടാവണം, നമുക്കിങ്ങനെ സെൽഫിഷ് ആകാൻ പറ്റത്തില്ലല്ലോ. ദാറ്റ്സ് ലൈഫ്.